ഹായ് ഫ്രണ്ട്സ്, ട്രയംഫ് അച്ചീവേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതും ഏറെ ഇഷ്ടപ്പെട്ടതുമായ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന കപ്പയെ കുറിച്ചാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ, കപ്പ അല്ലെങ്കിൽ മരച്ചീനിയെ കുറിച്ചാണ് നിങ്ങളുടെ മുമ്പിൽ ചെറിയ ഒരു വിവരണവുമായി അല്ലെങ്കിൽ ചെറിയ കുറച്ച് വിവരങ്ങളുമായിട്ട് ഞാൻ എത്തിയിരിക്കുന്നത്. നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോയാലോ കൂട്ടുകാരെ? പോകാം നമ്മുടെ വീഡിയോയിലേക്ക്. ഭക്ഷ്യയോഗ്യമായ ഒരു കിഴങ്ങാണ് മരച്ചീനി. കപ്പയും മീൻകറിയും, നല്ല അയല മുളകിട്ടതും, പിന്നെ കപ്പയും ബീഫും, കപ്പയും കാന്താരി ചമ്മന്തിയും, കപ്പ വറ്റൽ, കപ്പ ബിരിയാണി, എല്ലും കപ്പ, ഇങ്ങനെ തുടങ്ങി നീളുന്നു കപ്പ വിഭവങ്ങൾ. ഇതൊന്നും ഇഷ്ടമല്ലാത്ത മലയാളികൾ വളരെ ചുരുക്കം. ശരിക്കും നമ്മൾ കപ്പ എന്നും മരച്ചീനി എന്നുമൊക്കെ വിളിക്കുന്ന ഈ രുചിക്കുട്ടൻ ഒരു സസ്യത്തിന്റെ വേരാണെന്ന് ഈ വീഡിയോ കാണുന്നവരിൽ ചിലർക്കെങ്കിലും ഒരു പുതിയ അറിവായിരിക്കാം അല്ലേ? പലരും കപ്പക്കിഴങ്ങെന്ന് പറയുമെങ്കിലും ശരിക്കും ഇവൻ വേരാണ്. സസ്യത്തിന്റെ ഈ വേരാണ് കിഴങ്ങായി മാറുന്നത്. യൂഫോർബിയേസി എന്ന സസ്യ കുടുംബത്തിലെ അംഗമായ മരച്ചീനിയുടെ ശാസ്ത്രീയ നാമം മാനിഹോട്ട് എസ്കുലാൻഡ അല്ലെങ്കിൽ മാനിഹോട്ട് യൂട്ടിലിസിമ എന്നും പറയപ്പെടുന്നു. നമുക്ക് ഈ രുചിക്കുട്ടന്റെ ചരിത്രം ഒന്ന് കേട്ടു നോക്കിയാലോ? ഒരുപാട് പേർക്ക് ചരിത്രമൊക്കെ അറിയായിരിക്കാം, എന്നാലും ഒന്നുകൂടി നമുക്ക് കേൾക്കാം. ബ്രസീലാണ് മരച്ചീനിയുടെ ജന്മദേശം. ഏറ്റവും അധികം ഇനം കപ്പകളും കാട്ടുകപ്പയും കാണപ്പെടുന്നത് അവിടെയാണെന്ന് ഉദ്ദേശിച്ചത് ബ്രസീലിലാണ്. പോർച്ചുഗീസുകാരുടെ വരവോടെയാണ് ഏഷ്യ ഭൂഖണ്ഡത്തിൽ കപ്പ കൃഷി തുടങ്ങിയത്. 1740 മൗറീഷ്യസിൽ മരച്ചീനി കൃഷി ചെയ്തിരുന്നതായി കാണുന്നു. 19-ാം നൂറ്റാണ്ട് ആയപ്പോഴേക്കും ഇന്ത്യ, ശ്രീലങ്ക, ജാവ, ചൈന, ഫിലിപ്പീൻസ്, മലേഷ്യ, തായ്വാൻ, തായ്ലൻഡ് എന്നിവിടങ്ങളിൽ ഈ കൃഷി വ്യാപകമായി കഴിഞ്ഞു. ഇന്ത്യയിൽ മരച്ചീനി 3 നൂറ്റാണ്ടുകളായി കൃഷി ചെയ്തു വരുന്നു. തങ്ങളുടെ കോളനിയായിരുന്ന ബ്രസീലിൽ നിന്നും 17-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ മരച്ചീനി കൃഷി എത്തിച്ചത്. കേരളത്തിൽ കൃഷി ചെയ്തു വരുന്ന കിഴങ്ങുവിളകളിൽ സ്ഥല വിസ്തൃതിയിലും ഉൽപാദനത്തിലും 1-ാം സ്ഥാനമാണ് കപ്പയ്ക്കുള്ളത്. ദേശീയ ഉൽപാദനത്തിൽ 54% കേരളത്തിന്റെ സംഭാവന. മലബാറിലായിരുന്നു പോർച്ചുഗീസുകാരുടെ മേൽനോട്ടത്തിൽ മരച്ചീനി കൃഷി പ്രചരിച്ചിരുന്നത്. ഭക്ഷ്യ വിഭവമെന്ന നിലയിൽ മരച്ചീനിയുടെ സാധ്യത മനസ്സിലാക്കിയ വിശാഖം തിരുനാൾ മഹാരാജാവാണ് തിരുവിതാംകൂർ പ്രദേശത്ത് ഇത് ജനകീയമാക്കാൻ മുഖ്യ കാരണക്കാരൻ ആയത്. 2-ാം ലോക മഹായുദ്ധ നാളുകളിലെ ക്ഷാമകാലത്ത്, അതായത് 1939-45 കാലഘട്ടങ്ങളിൽ ബർമയിൽ നിന്നും അരി ഇറക്കുമതി നിലച്ചപ്പോൾ തിരുവിതാംകൂറിൽ പ്രധാന ഭക്ഷ്യ വിഭവം മരച്ചീനിയായിരുന്നു. ഇവ എങ്ങനെ കൃഷി ചെയ്യുമെന്ന് കൂടി നമുക്കൊന്ന് നോക്കിയാലോ? നീർവാർച്ചയുള്ള മണ്ണാണ് കപ്പ കൃഷിക്ക് അനുയോജ്യം. മണ്ണ് ഇളക്കി കൂനകൾ ഉണ്ടാക്കിയാണ് സാധാരണ കൃഷി ചെയ്യാറ്. അപ്പൊ ഇത്തരം കൂനകളെ കപ്പക്കൂടം എന്ന് വിളിക്കുന്നു. ശൈത്യ കാലഘട്ടം കപ്പ കൃഷിക്ക് അനുയോജ്യമല്ല. വെള്ളം കെട്ടി നിൽക്കാത്ത മണൽ കൂട്ടുന്ന നിലങ്ങളിൽ ചെടി നന്നായി വളരുന്നു. കപ്പത്തണ്ട് ഒരു ചാൺ നീളത്തിലുള്ള ചെറു തുണ്ടുകളാക്കി മുറിച്ച് മണ്ണിൽ കുഴിച്ചു വെച്ചാണ് വളർത്തുന്നത്. ഓരോ തണ്ടും 1 മീറ്റർ അകലത്തിൽ വേണം നടാൻ. 8 മുതൽ 10 മാസം കൊണ്ട് കിഴങ്ങുകൾ പാകമാവുന്നു. കുറഞ്ഞ കാലദൈർഘ്യം കൊണ്ട് വിളവെടുപ്പിന് പര്യാപ്തമാവുന്ന കപ്പയുടെ പ്രധാന ശത്രു പെരുച്ചാഴി അല്ലെങ്കിൽ എലി വർഗത്തിൽപ്പെട്ട ജീവികളാണ്. അപ്പോ ഈ ചെറിയ അറിവ് ഏറെക്കുറെ 80% ആൾക്കാർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അവതരണം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഇത്തരത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള മറ്റു വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്നുള്ള പ്രതീക്ഷയിൽ സൈനിങ് ഓഫ്. ട്രയംഫ് അച്ചീവേഴ്സ്, എ ചാനൽ ബൈ അരുൺ. ബൈ.